ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ മുൻ ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീയെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. തിരുവനന്തപുരം ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയ ജയശ്രീയെ പ്രത്യേക അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്തു. നാളെയും ചോദ്യം ചെയ്യലുണ്ടായേക്കും. കേസിലെ 4ാം പ്രതിയായ ജയശ്രീക്ക് സ്വർണ്ണക്കവർച്ച ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇന്ന് രാവിലെ 10:15 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ശശിധരന്റെ നേതൃത്വത്തിൽ 2 മണിക്കൂറിലധികം ചോദ്യം ചെയ്തു. കേസിലെ 4ാം പ്രതിയായ ജയശ്രീക്കും സ്വർണ്ണക്കവർച്ചയിൽ പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സ്വർണ്ണപ്പാളികൾ ചെമ്പാക്കി മാറ്റിയ ഔദ്യോഗിക രേഖകളിൽ ഒപ്പുവെച്ചത് ജയശ്രീയാണ്. കേസിലെ ഗൂഢാലോചനയിൽ ജയശ്രീക്കും പങ്കുള്ളതായാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ തെളിവ് ശേഖരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അന്വേഷണ സംഘം ജയശ്രീയെ ചോദ്യം ചെയ്യൽ വിളിപ്പിച്ചത്. ഇന്നത്തെ ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ച ജയശ്രീയെ നാളെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. ദ്വാരപാലക ശില്പങ്ങളിലേത് സ്വർണം പൊതിഞ്ഞ പാളികളാണെന്ന് അറിയാമായിരുന്നിട്ടും അത് മറച്ചുവെച്ചുകൊണ്ട് മിനിറ്റ്സിൽ തിരുത്തൽ വരുത്തിയെന്നായിരുന്നു കേസ്. ചെമ്പുപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടണമെന്നാണ് ജയശ്രീ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയത്. നേരത്തെ പലതവണ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയെങ്കിലും ജയശ്രീ ഒഴിഞ്ഞു മാറുകയായിരുന്നു. ജയശ്രീയുടെ മുൻകൂർ ജാമ്യ ഹർജി പത്തനംതിട്ട ജില്ലാ കോടതി തള്ളിയിരുന്നു. തുടർന്ന് സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കുകയായിരുന്നു. ആരോഗ്യ കാരണങ്ങൾ കണക്കിലെടുത്ത് മുൻകൂർ ജാമ്യം വേണമെന്നായിരുന്നു ജയശ്രീയുടെ ആവശ്യം. തുടർന്ന് കോടതി താൽക്കാലികമായി ജയശ്രീയുടെ അറസ്റ്റ് തടഞ്ഞു. ഇതിന് പിന്നാലെയാണ് ചോദ്യം ചെയ്യലിന് ജയശ്രീ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായത്. ജനം, തിരുവനന്തപുരം.